ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1ാം ക്ലാസ്സിൻ്റെ മാത്സിൽ ചാപ്റ്റർ 10ൻ്റെ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ ആക്ടിവിറ്റി ബുക്കാണ് എടുക്കുന്നത്. ചാപ്റ്റർ 10ൻ്റെ പേരെന്താണ്? ഡോൾസ്. ഇവിടെ ഒരു ചിത്രത്തിൽ പാവയെ വിൽക്കാൻ പോകുന്നുണ്ടല്ലേ, ഡോൾസിനെ വിൽക്കാൻ പോവുകയാണ്. ഹൗ മെനി ഡോൾസ് ഇൻ ദ കാർഡ്? ഇതിൽ എത്ര പാവകളുണ്ട്? ഒന്ന് എണ്ണി നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 അല്ലേ, 9 ആണ് ഉള്ളത്. നെക്സ്റ്റ് നോക്കിക്കേ മക്കളെ, ആഡ് ടു ദ നമ്പർ ചെയിൻ അല്ലേ. വി ഷുഡ് ഗെറ്റ് സം 20 ഇൻ ഈച്ച് ചെയിൻ. ഓരോ ചെയിനിലും ആഡ് ചെയ്യുന്ന സമയത്ത് 20 കിട്ടണം. അപ്പോൾ അങ്ങനെ നമ്പേഴ്സാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ചെയിനിൽ നമുക്ക് ഏതൊക്കെ എഴുതാം? 10 എഴുതാലോ. 10 + 10 20 അല്ലേ. അടുത്ത ചെയിനിൽ 4 നമ്പേഴ്സ് വേണം അല്ലേ. അപ്പം നമുക്ക് ഏതെഴുതാം? 4 5 എഴുതിക്കൂടെ. 5 + 5 + 5 + 5 എത്രയാ? 20 ആണ് അല്ലേ. നെക്സ്റ്റ് ചെയിനിൽ എത്ര നമ്പർ എഴുതണം? 5 നമ്പേഴ്സ് എഴുതണം. അപ്പോൾ ഇവിടെ 4 തന്നിട്ടുണ്ട് അല്ലേ, ഒരു 4 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5 4 എത്രയാ? 20 ആണ്. ഇനി ലാസ്റ്റ് ചെയിൻ എത്ര ബോക്സസ് ഉണ്ട്? എത്രയുണ്ട്? 10 ഉണ്ട് അല്ലേ. അപ്പോൾ 10 എത്രയാണ് 20 ആവുക? 10 2 ആണ് 20 ആവുക അല്ലേ. 2 + 2 അങ്ങനെ കൂട്ടി നോക്കിക്കേ. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് 10 2 ആണ് 20. അപ്പം നമുക്ക് 2 2 എന്ന് ഓരോ ബോക്സിലും എഴുതാം അല്ലേ. നെക്സ്റ്റ് എന്താണ്? ആൻസേഴ്സ് ടു റിഡിൽസ് അല്ലേ. കുറച്ച് കടങ്കഥകളുണ്ട്, അതിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് എന്താണ്? ഐ ആം ബിറ്റ്വീൻ 24 ആൻഡ് 26. 24നും 26നും ഇടയിലാണ് ഞാൻ. ആരാണ് മക്കളെ 24ൻ്റെയും 26ൻ്റെ ഇടയിൽ? 25 ആണ് അല്ലേ. അടുത്തത് ഐ ആം ബിറ്റ്വീൻ 56 ആൻഡ് 70. ഞാൻ 56ൻ്റെയും 70യുടെയും ഇടയ്ക്കാണ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ബോത്ത് ഡിജിറ്റ്സ് ആർ സെയിം അല്ലേ. അതായത് 2 നമ്പേഴ്സും 2 ഡിജിറ്റ്സും സെയിം ആണ്. അങ്ങനെയുള്ള നമ്പർ 56ൻ്റെയും 70യുടെയും നടുക്കിൽ ഏതാ ഉള്ളത്? 56 കഴിഞ്ഞാൽ 55 ആണെങ്കിൽ പിന്നെ അത് രണ്ടും സെയിം നമ്പേഴ്സ് ആയിരുന്നു അല്ലേ. പിന്നെ ഏതാ 70ക്ക് ഇടയിൽ സെയിം നമ്പേഴ്സ് വരുന്നത്? 66 അല്ലേ. നെക്സ്റ്റ് ഐ ആം 7 10s. ക്യാൻ യു ടെൽ ഹൂ ആം ഐ? ഞാൻ 7 10s ആണ്. 7 10s കൂടി ചേർന്നതാണ് അല്ലേ. ആരാണെന്ന് പറയാമോ? ആരാ 7 10s എത്രയാ? 70. നെക്സ്റ്റ് ഐ ആം ദ നമ്പർ വെൻ യു സബ്സ്ട്രാക്ട് 3 ഫ്രം 20 ആൻഡ് ദെൻ ആഡ് 4. അതായത് ആദ്യം 20യിൽ നിന്ന് 3 മൈനസ് ചെയ്യണം. അപ്പോൾ എത്രയാ? 17. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? 4 ആഡ് ചെയ്യണം. അപ്പോഴോ 21 ആണ് ആൻസർ. നെക്സ്റ്റ് ഐ ആം 1 ആൻഡ് 89 ആഡഡ് ടുഗദർ അല്ലേ. 1ഉം 89ഉം ആഡ് ചെയ്താൽ കിട്ടുന്നതാണ്. എത്രയാ? 89നോട് 1 ആഡ് ചെയ്യുമ്പോൾ എത്രയാ മക്കളെ? 90. ഇനി ലാസ്റ്റ് റിഡിൽ എന്താണ്? ഐ ആം 3 ആഡഡ് ടു 60 അല്ലേ. ഞാൻ 3 ആണ്, അപ്പോൾ 60യിലേക്ക് ആഡ് ചെയ്ത് നോക്കാനല്ലേ. അപ്പോൾ കിട്ടും. അപ്പോൾ എത്രയാ? 60 + 3 എത്രയാ? 63. ഇനി അടുത്തത് നോക്കിക്കേ മക്കളെ, ലെറ്റസ് ഫൈൻഡ് ദ ആൻസർ. അപ്പം നമ്മളിവിടെ ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്താണ്? 13 + 5 എന്നുള്ളത് 13 അതിൽ നിന്ന് നമ്മൾ 10 ഇങ്ങോട്ട് എടുത്തില്ലേ. 10 + 3 ആക്കി 13. 10 + 3 പിന്നെ ഓൾറെഡി ഉള്ള 5ഉം. അപ്പോൾ എത്രയാ? 10 + 3 + 5 അല്ലേ. എന്നിട്ടോ 10 അവിടെ വെച്ച് ചെറിയ 2 സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്തു. 3 + 5 8 ആണ്. അപ്പോൾ 10 + 8 എത്രയാ? 18. ഡു ദിസ് സം ആസ് ഷോൺ എബോവ്. അപ്പോൾ മുകളിൽ കാണിച്ചു തന്നതുപോലെ താഴെയുള്ള ഈ നമ്പേഴ്സിൻ്റെതൊക്കെ നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഏതാണ്? 12 + 4. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 12നെ 10 + 2 അല്ലേ. 10 + 2 + 4. അപ്പോൾ എത്രയാ? 10 + 2 + 4 എത്രയാ? 6 അല്ലേ. അപ്പോൾ എത്രയായി? 10 + 6 എത്രയാ? 16. നെക്സ്റ്റ് 14 + 5 ആണ്. അപ്പോൾ 14 നമുക്ക് എങ്ങനെ മാറ്റാം? 10 + 4 + 5 അല്ലേ. അപ്പോൾ എത്രയാ? 10 + 4 + 5 എത്രയാ? 9. 10 + 9 എത്രയാ? 19.
നെക്സ്റ്റ് 13 പ്ലസ് 6 അല്ലേ. അപ്പം നമ്മൾ 13നെ 10 പ്ലസ് 3 ആക്കാം. എന്നിട്ട് ഈ ഒരു പ്ലസ് 6 അവിടെ എഴുതി കൊടുക്കുക. അതിനുശേഷം 10 പ്ലസ് 3 പ്ലസ് 6 എത്രയാ? 9. അപ്പോൾ എത്രയാണ്? 19. നെക്സ്റ്റ് 15 പ്ലസ് 3. അപ്പോൾ 15 നമുക്ക് എങ്ങനെ മാറ്റാം? 10 പ്ലസ് 5 പ്ലസ് പിന്നെ അവിടെയുള്ള 3യും കൂടെ എഴുതാം. എന്നിട്ട് 10 അവിടെ വെക്കുക. 5 പ്ലസ് 3 ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ 8. അപ്പോൾ 10 പ്ലസ് 8 എത്രയാ? 18. നെക്സ്റ്റ് 16 പ്ലസ് 3 ആണ്. അപ്പോൾ 16 നമുക്ക് 10 പ്ലസ് 6 ആക്കാം. എന്നിട്ട് കൂട്ടത്തിൽ പ്ലസ് 3 അല്ലേ. അപ്പോൾ 6 പ്ലസ് 3 എത്രയാ? 9 ആണ്. അതുകൊണ്ട് തന്നെ 10 പ്ലസ് 9 ഈക്വൽ ടു എത്രയാണ്? 19. ഇനി നമുക്ക് മൈനസ് ചെയ്യുന്നത് എളുപ്പത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 17 മൈനസ് 4 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 17നെ നമ്മൾ എന്ത് ചെയ്യുക? 10 പ്ലസ് 7 ആക്കുക അല്ലേ. 10 പ്ലസ് 7 അല്ലേ 17. അപ്പോൾ 10 പ്ലസ് 7 ആക്കിയിട്ട് എന്നിട്ട് മൈനസ് 4 എഴുതാം. എന്നിട്ടോ നിങ്ങൾ ആ 7 ആ 4 മൈനസ് ചെയ്യുക അല്ലേ. 17 4 മൈനസ് ചെയ്യുന്നതിന് പകരം ആ 7 4 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 3 കിട്ടി. അപ്പം എന്നിട്ട് എന്ത് ചെയ്യുക? 10ഉം 3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 13 ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പം ഇതുപോലെ താഴെയുള്ള പ്രോബ്ലംസും ചെയ്യണം. ഫസ്റ്റ് 16 മൈനസ് 3 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 16നെ 10 പിന്നെ പ്ലസ് 6 മൈനസ് 3 എന്നാക്കുക. എന്നിട്ട് 6ൽ നിന്നും 3 മൈനസ് ചെയ്യുക. അപ്പോൾ ബാക്കി എത്ര കിട്ടും? 3 കിട്ടും. അപ്പോൾ എത്രയാ? 10 പ്ലസ് 3 13 ആണ്. നെക്സ്റ്റ് 15 മൈനസ് 2. അപ്പോൾ നമുക്ക് 15 മൈനസ് 2 എന്നുള്ളത് 15 നമുക്ക് എന്താക്കാം? 10 പ്ലസ് 5 ആക്കാം. എന്നിട്ട് മൈനസ് 2 ചെയ്യാം. അപ്പോഴോ 5ന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ എത്രയാ? 3 ആണ്. അപ്പോൾ 10 പ്ലസ് 3 എത്രയാ? 13. നെക്സ്റ്റ് 18 മൈനസ് 5. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 10 പ്ലസ് 8 അല്ലേ. 18 ആണ്. മൈനസ് 5. അപ്പോൾ എത്രയാ? 8ൽ നിന്നും 5 കുറയ്ക്കുമ്പോൾ മൈനസ് ചെയ്യുമ്പം 3 ആണ്. 10 പ്ലസ് 3 എത്രയാ അപ്പം വരുന്നത്? 13 ആണ്. നെക്സ്റ്റ് 19 മൈനസ് 4 ആണ് അല്ലേ. അപ്പം 19ന് നമുക്ക് എന്താക്കാം? 10 പ്ലസ് 9 ആക്കാം. എന്നിട്ട് മൈനസ് 4 എഴുതാം അല്ലേ. അപ്പോൾ 9ൽ നിന്നും 4 മൈനസ് ചെയ്താൽ എത്രയാ? 5 ആണ്. അപ്പോൾ 10 പ്ലസ് 5 എത്രയാ? 15. അടുത്തത് 17 മൈനസ് 6 ആണ് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 17നെ 10 പ്ലസ് 7 എന്ന് എഴുതാം. എന്നിട്ട് മൈനസ് 6 അല്ലേ. അപ്പോൾ 7ൽ നിന്നും 6 പോകുമ്പോൾ 1 ആണ്. അപ്പോൾ 11 ആണ് അല്ലേ. 10 പ്ലസ് 1 11 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. ലെറ്റസ് ആഡ് ആൻഡ് സബ്സ്ട്രാക്റ്റ് അല്ലേ. ടു ഫൈൻഡ് 18 പ്ലസ് 7 വി ക്യാൻ റൈറ്റ് ലൈക്ക് ദീസ്. എങ്ങനെ എഴുതുക? 10 പ്ലസ് 8 എന്ന് എഴുതാം അല്ലേ. പിന്നെ 7ന് നമുക്ക് 2 പ്ലസ് 5 എന്നും എഴുതാം. അപ്പോൾ എങ്ങനെയാ? 18 പ്ലസ് 7 എന്നുള്ളത് 18ന് നമുക്ക് ആദ്യം 10 പ്ലസ് 8, 7ന് നമുക്ക് 2 പ്ലസ് 5 അങ്ങനെ എഴുതാം. അതായത് 10 ആദ്യം എഴുതി. 8 പ്ലസ് 2 എത്രയാ? 10 ആണ്. അപ്പോൾ 10 പ്ലസ് 10 ബാക്കി എത്രയാ? പ്ലസ് 5. അപ്പോൾ 10ഉം 10ഉം 20, 20 പ്ലസ് 5 25. അപ്പോൾ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുപോലെ എഴുതാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 16 പ്ലസ് 8 ആണ്. അപ്പോൾ നമുക്ക് 16നെയും 8നെയും വിഭജിച്ച് എഴുതണം അല്ലേ. 16നെ നമുക്ക് 10 പ്ലസ് 6 എന്നാക്കാം. 8നെയോ 4 പ്ലസ് 4 എന്നാക്കാം അല്ലേ. എന്നിട്ടോ 10ഉം 6 പ്ലസ് 4ഉം എത്രയായി? വീണ്ടും ഒരു 10 ആയി. അപ്പോൾ 10 പ്ലസ് 10 പിന്നെ ബാക്കിയുള്ളത് ഒരു 4 അല്ലേ. പ്ലസ് 4. അപ്പോൾ 10 പ്ലസ് 10 എത്രയാ? 20. 20 പ്ലസ് 4 24. ഇനി 15 പ്ലസ് 9 ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 10 പ്ലസ് 5 അല്ലേ. 10 ആക്കാൻ നോക്കുക കേട്ടോ മാക്സിമം നമ്പേഴ്സ്. എന്നാൽ ബാലൻസ് ഉള്ളത് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ 15 എന്നുള്ളത് 10 പ്ലസ് 5 ആക്കുക. 9 ഉള്ളതോ 5 പ്ലസ് 4 ആക്കാം. ഇനി ആ ഫസ്റ്റ് 10 അതുപോലെ എഴുതുക. രണ്ടാമത്തത് 5 പ്ലസ് 5 10 ആക്കി എഴുതുക. പ്ലസ് 4 അല്ലേ. അപ്പോൾ 10 പ്ലസ് 10 എത്രയാ? 20 ആണ്. 20 പ്ലസ് 4 24. ഇനി നെക്സ്റ്റ് എന്താണ്?
14 പ്ലസ് 7 ആണ്. അപ്പോൾ നമുക്ക് 10 പ്ലസ് 4 എന്നാക്കുക. 7നെ നമുക്ക് എന്ത് ചെയ്യാം? 6 പ്ലസ് 1 എന്ന് എഴുതാം അല്ലേ? 4ലേക്ക് 10 ആവാൻ 6 വേണ്ടേ? അപ്പോൾ നമുക്ക് 6 ഇങ്ങോട്ട് എടുത്തിട്ട് 6 പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ 10 പിന്നെ അതുപോലെ തന്നെ എഴുതുക. പ്ലസ് 4 പ്ലസ് 6 എത്രയാ? 10 ആണ്. പ്ലസ് 1 എത്രയാ? 10 പ്ലസ് 10 20. 20 പ്ലസ് 1 21. നെക്സ്റ്റ് 16 പ്ലസ് 9 ആണ്. 16നെ നമുക്ക് 10 പ്ലസ് 6 എന്ന് എഴുതാം. അപ്പോൾ 6ലേക്ക് പിന്നെ എത്ര വേണം 10 ആവാൻ? 9ൽ എത്ര എടുക്കണം? 4 എടുക്കല്ലേ? അപ്പോൾ 4 പ്ലസ് 5 എന്ന് നമുക്ക് 9നെ എഴുതാം. എന്നിട്ടോ ഫസ്റ്റ് 10 സെയിം എഴുതുക. പിന്നെ 6 പ്ലസ് 4 10 തന്നെ. പ്ലസ് 5 എത്രയാ? 10 പ്ലസ് 10 20. 20 പ്ലസ് 5 25. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 18 പ്ലസ് 5 ആണ് അല്ലേ? 18നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 പ്ലസ് 8. 8ലേക്ക് എത്ര വേണം 10 ആവണമെങ്കിൽ? 2 വേണം അല്ലേ? അപ്പം നമുക്ക് 5നെ 2 പ്ലസ് 3 എന്ന് എഴുതാം. അതിനുശേഷം 10 പ്ലസ് 3 എത്രയാ? 20 പ്ലസ് 3 ഈക്വൽ ടു 23. അടുത്തത് സബ്സ്ട്രാക്റ്റ് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം നോക്കാം. ഫസ്റ്റ് ഇവിടെ മോഡൽ തന്നിട്ടുള്ളത് നോക്കിക്കേ. ഒരു എക്സാമ്പിള് 13 മൈനസ് 8 അല്ലേ? 13 മൈനസ് 8 കുറയ്ക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? 13 അതുപോലെ തന്നെ വയ്ക്കുക. 8നെ നിങ്ങൾ എന്ത് ചെയ്യുക? ചെറുതാക്കുക അല്ലേ? 3 മൈനസ് 5 എന്നാക്കിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? 13 മൈനസ് 3 എത്രയാ? 10 ആണ്. 10 മൈനസ് 5 എത്രയാ? 5 ആണ്. അതുപോലെ 14 മൈനസ് 9 നമുക്ക് എന്ത് ചെയ്യാം? 14 മൈനസ് 9 എന്നുള്ളത് 4 മൈനസ് 5 ആക്കല്ലേ? 9നെ ഒറ്റയടിക്ക് മൈനസ് ചെയ്യുന്നതിന് പകരം 4 ആദ്യം മൈനസ് ചെയ്ത് പിന്നെ 5 മൈനസ് ചെയ്യുക. അപ്പോൾ 14 മൈനസ് 4 10. 10ൽ നിന്നും 5 മൈനസ് ചെയ്താൽ 5. നെക്സ്റ്റ് 12 മൈനസ് 7 ആണ്. അപ്പോൾ 12 മൈനസ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 12ൽ ഫസ്റ്റ് 2 അല്ലേ ഉള്ളത്? അപ്പോൾ ആദ്യം അത് അങ്ങ് എഴുതുക. 2 മൈനസ് 5 അല്ലേ? 2 പ്ലസ് 5 അല്ലേ 7? അപ്പോൾ 2 മൈനസ് 5 എന്ന് എഴുതാം. അപ്പോൾ 12 മൈനസ് 2 മൈനസ് 5. അപ്പോൾ എത്രയാ? ആദ്യം 12ൽ നിന്നും 2 മൈനസ് ചെയ്യുമ്പോൾ 10, പിന്നെ അതിൽ നിന്ന് 5 മൈനസ് ചെയ്യുമ്പോൾ 5. നെക്സ്റ്റ് 16 മൈനസ് 9 ആണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ 16 മൈനസ് 9നെ നമുക്ക് എന്ത് ചെയ്യാം? 6 ആദ്യം മൈനസ് ചെയ്യുക, എന്നിട്ട് 3 മൈനസ് ചെയ്യുക അല്ലേ? 6 പ്ലസ് 3 അല്ലേ 9? അപ്പോൾ 16ന് 6 മൈനസ് ചെയ്യുമ്പോൾ 10, പിന്നെ 10ൽ നിന്നും 3 മൈനസ് ചെയ്യുമ്പോൾ 7. നെക്സ്റ്റ് 18 മൈനസ് 9 ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 18 മൈനസ് 8 ആദ്യം മൈനസ് ചെയ്യണമല്ലോ. അപ്പം നമുക്ക് 8 മൈനസ് 1 ആക്കല്ലേ 9. അപ്പോൾ എന്തായി? 10 മൈനസ് 1 എത്രയാ? 9. ഇനി 13 മൈനസ് 6. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 13 മൈനസ് 6നെ ഇവിടെ 13ൽ 3 അല്ലേ ഉള്ളത്? അപ്പോൾ 3 മൈനസ് 3 ആക്കാം നമുക്ക് 6നെ. എന്നാൽ പെട്ടെന്ന് 10 ആക്കി മാറ്റാമല്ലോ. എന്നിട്ട് 10 മൈനസ് 3 എത്രയാ? 7 ആണ്. ലാസ്റ്റ് 17 മൈനസ് 8 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 17ൽ 1ൻ്റെ സ്ഥാനത്ത് 7 അല്ലേ ഉള്ളത്? അപ്പോൾ 8നെ നമുക്ക് 7 മൈനസ് 1 എന്നാക്കാം. അപ്പോൾ 17 മൈനസ് 7 മൈനസ് 1. അപ്പോൾ നമ്മൾ ആദ്യം 70ൽ നിന്നും 7 കുറയ്ക്കുമ്പോൾ 10 കിട്ടി. പിന്നെ 10ൽ നിന്നും 1 കുറയ്ക്കുന്ന സമയത്തിൽ 1 മൈനസ് ചെയ്യുന്ന സമയത്ത് 9 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ മക്കളെ, ഇത്രയും ആക്ടിവിറ്റീസാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് കേട്ടോ. മക്കൾക്ക് ഇങ്ങനെ ആൻസർ പറഞ്ഞു തന്നിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ബോർഡിൽ ചെയ്ത് കാണിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല. ഏതെങ്കിലും ഷോർട്സിൻ്റെയോ അല്ലെ വേറെ ഏതെങ്കിലും വീഡിയോസിൻ്റെ താഴെയോ ക്ലാസ് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ